അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നൂറെ ഹബീന മുച്ചുമണികളെ, നിങ്ങൾക്ക് റാഹത്തല്ലേ? നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ നിങ്ങളോടാണുള്ളത്. കാരണം നിങ്ങളാണ് നമ്മളെ സഹായിക്കുന്നതും നമ്മളാണ് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് ഇതിനെക്കുറിച്ച് മോശമായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതിലൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല. കാരണം വിമർശനങ്ങൾ എന്നും എനിക്ക് ഹൈറാണ്, അത്രയായിട്ടുള്ളൂ. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ, യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിക്കില്ല. ഫേസ്ബുക്കിൽ നിന്ന് പല ആളുകൾ എന്നെ വിളിച്ച് പറഞ്ഞു തങ്ങളൊരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് അറിയുന്നുണ്ട്, ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തൊക്കെ അറിയുന്നുണ്ട്. ഞാനൊരു ടാക്സി ഈ ഫോട്ടോ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും എന്നെക്കുറിച്ച് മോശമായി പറയുന്നവർ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ, ഒരു ഓട്ടോ ഡ്രൈവറായോ ഒരു ടാക്സി ഡ്രൈവറായോ ഞാനൊരു ജോലി ചെയ്തതായിട്ട് നിങ്ങൾ എനിക്ക് തെളിയിച്ചു തന്നാൽ, നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് അത് ഞാൻ ചെയ്തുതരും. നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ദുനിയാവിൽ എന്നെക്കൊണ്ട് കഴിയുന്നതേ പറ്റുള്ളൂ. മനസ്സിലാവും? ഞാനത് നിങ്ങൾക്ക് സാധിപ്പിച്ച് തെളിയിക്കണം. പടച്ച റബ്ബിൻ്റെ മുന്നിൽ സമാധാനം പറയണം. ഇതിൻ്റെ സത്യം എന്താണെന്നറിയോ? ഒരു സഹോദരന് എനിക്ക് വയനാട് ജില്ലയിൽ പൊഴുതന പഞ്ചായത്തിൽ അച്ചൂർ എന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാഹനം എടുത്തു. മാസങ്ങളായിട്ട് അടവടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഓർമ്മ ശരിയാണെങ്കിൽ 10-15 കൊല്ലമായി എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ എനിക്കൊരു ഗതിയില്ല, ഇതൊന്നും വണ്ടികൾ എടുക്കണം എന്ന് പറഞ്ഞു. അടവങ്ങൾ അടക്കണം, വണ്ടികൾ എടുത്തോളെന്ന് പറഞ്ഞു. ആദ്യമായി ഞാൻ എടുത്തൊരു വാഹനമാണത്, 10-15 കൊല്ലം മുമ്പ്. അന്ന് ആ വണ്ടിയുടെ മുമ്പിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് ഞാൻ ടാക്സി ഡ്രൈവറാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി ചെയ്തതായിട്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നമ്മൾ ചെയ്യും. മനസ്സിലായ? പിന്നെ ഈ ഹൈദർ മധൂർ എന്ന് പറഞ്ഞ ഇവന് 7 ലക്ഷം റുപ്യ വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? 7 ലക്ഷം രൂപ ഓൻ്റെ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് രോഗം വരും, അള്ളാഹു കാക്കട്ടെ. മനസ്സിലായില്ലേ? ഇതാണ് സത്യം.